വൃത്താകൃതിയിലുള്ള വലിപ്പമേറിയ കണ്ണുകൾ, ചുറ്റും തവിട്ട് നിറത്തിലുള്ള വലയം, നീണ്ട മൂക്ക്, നീളമേറിയതും ശോഷിച്ചതുമായ കൈകാലുകൾ, നീക്കങ്ങൾ അത്രയും സാവധാനം, ആദ്യ കാഴ്ചയിൽ തന്നെ ദൈന്യത തോന്നിക്കുന്ന പ്രകൃതം. മരങ്ങളിൽ നിത്യവാസമുള്ള ഈ ജീവിയാണ് കുട്ടിത്തേവാങ്ക്. സ്വകാര്യ വ്യക്തിയുടെ വീടിനുള്ളിൽ കടന്നിരുന്ന കുട്ടിത്തേവാങ്കിനെ ദിവസങ്ങൾക്ക് മുൻപാണ് റാന്നി ദുരിതകർമ്മസേന പിടികൂടിയത്. നാറാണമൂഴി പഞ്ചായത്തിൽ തോണിക്കടവ് ഭാഗത്ത് സിജു ചെറുപറമ്പിൽ എന്നയാളുടെ വീട്ടിനുള്ളിൽ നിന്നാണ് നമുക്ക് ഈ കുട്ടിത്തേവാങ്കിനെ കിട്ടിയിട്ടുള്ളത്. ഇത് വാനര വിഭാഗത്തിൽപ്പെട്ട ചെറിയ ഒരു ജീവിയാണ്, വളരെ സാധുവായ ഒരു ജീവിയാണ്. ശരാശരി 2 അടി നീളവും 4 കിലോഗ്രാം തൂക്കവും വരും. ഒറ്റയ്ക്കോ ഇരട്ടയായോ സഞ്ചരിക്കും. രാത്രികാലത്ത് ഇര തേടുന്ന കുട്ടിത്തേവാങ്കുകൾ പകൽ നേരത്ത് മിക്കപ്പോഴും മരങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് ചെയ്യുക. ഇത് മിശ്രഭോജിയാണ്. ചെറിയ ഷഡ്പദങ്ങളും ചെറിയ പഴങ്ങളും ഉരകജീവികളെയൊക്കെയാണ് ഇത് ഭക്ഷിക്കുന്നത്. രാത്രി കാലങ്ങളിലാണിത് ഇര തേടുന്നത്. പകൽ സമയങ്ങളിലും മരപ്പൊത്തുകളിലും മരത്തിലുമാണ് വസിക്കുന്നത്. ഇതിൻ്റെ ഭൂരിഭാഗം സമയങ്ങളിലും മരങ്ങളിലാണ് ഇത് ജീവിക്കുന്നത്. നമ്മുടെ കൈവിരലുകൾക്ക് സമാനമാണ് ഇവയുടെ കൈകാലുകളിലെ വിരലുകൾ. അതായത് തള്ളവിരലിന് അഭിമുഖമായി ഇതര വിരലുകളുടെ സ്ഥാനം. മരങ്ങളിൽ പിടിച്ചു കയറുന്നതിനും ഇര തേടുന്നതിനുമെല്ലാം കുട്ടിത്തേവാങ്കുകളെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ്. കുട്ടിത്തേവാങ്കിനെ ഏതാനും ദിവസം പരിചരിച്ച ശേഷം ആരോഗ്യസ്ഥിതി മെച്ചമാണെന്ന് ഉറപ്പാക്കി പിന്നീട് പ്ലാപ്പള്ളി വനമേഖലയിൽ തുറന്നുവിട്ടു. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, ഈ കുട്ടിത്തേവാങ്ക് എന്ന വാക്ക് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതാണെങ്കിലും പലരും ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നതാണ്. അത് തന്നെയാണ് ഇതിലെ കൗതുകവും, അല്ലെ? കൈവിരലൊക്കെ കണ്ടാൽ മനുഷ്യരുടെ കൈവിരലുമായി നല്ല സാമ്യവുമുണ്ട്. കുട്ടിത്തേവാങ്ക് എന്നുള്ള വാക്ക് പലപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പരിഹാസ രൂപേണയുള്ള വിശേഷണങ്ങളിലൂടെയാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നവരാണെങ്കിൽ പോലും ഈ ജീവിവർഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി പഠനങ്ങൾ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 2 തരത്തിലുള്ള കുട്ടിത്തേവാങ്കുകളുണ്ട്. അതിൽ ഒന്ന് മലബാർ കുട്ടിത്തേവാങ്കും മറ്റൊന്ന് മൈസൂർ കുട്ടിത്തേവാങ്കുമാണ്. പ്രായമേറി തീർത്തും അവശനായ ഒരാൾ അതീവ ശ്രദ്ധയോടുകൂടി ഒരു ഗോവണിയിൽ പിടിച്ച് ചുവടുകൾ വെച്ച് എങ്ങനെ കടന്നു പോകുന്നോ അതിന് സമാനമായ നീക്കമാണ് നടത്തുന്നത്. ഇതിന് ശരീര വളർച്ചയ്ക്കൊപ്പം ബുദ്ധിവികാസം വരുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങളിൽ വ്യക്തമായിട്ടുള്ളത്. ആഹാരക്രമത്തെക്കുറിച്ച് പറഞ്ഞാൽ 70% സസ്യ ആഹാരമാണിത് കഴിക്കുന്നത്. ഉറുമ്പ്, ചെറിയ പ്രാണികളടക്കമാണ് മാംസ ആഹാരമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. പകൽ സമയങ്ങളിൽ തീർത്തും ഒളിച്ചിരിക്കുന്ന ഈ ജീവികൾ രാത്രികാലമാണെങ്കിൽ പോലും നിലാവുള്ള രാത്രികളിൽ അത്ര പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റാന്നി RRT സംഘത്തെക്കുറിച്ച് കൂടി ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അവർ നിത്യേന പാമ്പുകൾ അതോടൊപ്പം തന്നെ വന്യജീവികളുമായിട്ടൊക്കെ തന്നെ അല്പം അടുപ്പം പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെ എത്തുന്നവരാണെങ്കിൽ പോലും ഇവരുടെ കൈവശം വന്ന് എത്തിയ ആദ്യത്തെ കുട്ടിത്തേവാങ്കാണിത്. ഏതാനും ദിവസം അവർ പരിപാലിച്ചു. പക്ഷേ പരിപാലിച്ച് തുറന്നു വിടുന്ന സമയത്ത് പോലും കാര്യമായ അടുപ്പം ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ഈ ജീവനക്കാരുമായി അത് പുലർത്തിയില്ല. ചുരുക്കത്തിൽ മനുഷ്യ സമ്പർക്കം ഉണ്ടെങ്കിൽ പോലും അത്ര വേഗത്തിൽ ഇണങ്ങുന്ന ഒരു ജീവിവർഗമല്ല. അങ്ങനെ ഇണങ്ങാത്ത ഒന്നാണ് കുട്ടിത്തേവാങ്ക്, അല്ലേ? എന്തായാലും കുട്ടിത്തേവാങ്കിന് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു കൗതുകമുണ്ട്. കാരണം നമ്മൾ നിരന്തരം, അഭിലാൽ പറഞ്ഞതുപോലെ, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പരിഹാസ രൂപേണ ഒക്കെ ഉപയോഗിക്കുമെങ്കിലും എന്താണ് കുട്ടിത്തേവാങ്ക് എന്ന് അറിയാതെയായിരിക്കും പലരും ഈ വാക്ക് ഉപയോഗിക്കുന്നതും. ശരി, എന്തായാലും ഇപ്പോൾ കുട്ടിത്തേവാങ്കിനെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നതാണ്.